എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായൊരു മാതാവിൻ്റെ തീർത്ഥാടന ദേവാലയത്തിലേക്കാണ്. തിരുനെൽവേലി ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന തൂത്തുക്കുടി രൂപതയുടെ കീഴിലുള്ള ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് സ്നോ എന്ന് പറയുന്ന ഒരു റോമൻ കത്തോലിക്ക ദേവാലയത്തിലേക്കാണ്. മഞ്ഞുമാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ദേവാലയമുണ്ട്, അതോടൊപ്പം അടുത്തൊരു മലയുണ്ട്. മാതാവ് പ്രത്യക്ഷപ്പെട്ടതായി കരുതുന്ന ഒരു മലയാണത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് മല കയറുമ്പോൾ സംസാരിക്കാം. എല്ലാവർക്കും ഹൃദയപൂർവ്വം ഈ വീഡിയോയിലേക്ക്, മാതാവിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രശസ്തമായ ഒരു ദേവാലയമാണിത്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടുകാരും ഒരുപാട് നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. കൂടുതലും മലയാളികളാണ് ഈ ദേവാലയത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മാസാദ്യ ശനിയാഴ്ചകളിലാണ് ഇവിടുത്തെ ദിവസം എന്ന് പറയുന്നത്. മഞ്ഞുമാതാവിൻ്റെ ദേവാലയമാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു ചരിത്രം കൂടി ഇവിടെയുണ്ട്. അതിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് വരും സമയങ്ങളിൽ പറയാം. എന്തായാലും ഞങ്ങൾ പള്ളിയുടെ സൈഡിലൂടെ തന്നെ നമ്മൾ ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. ആ നടക്കുമ്പോൾ അവിടെ ഒരു മലയുണ്ട്. ആ മലയെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇവിടെ കാണുന്ന വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു മലയൊന്നുമല്ല, ഒരു പാറക്കുന്നാണ്. അതായത് നമുക്ക് പാറകൾ വെട്ടി ഒരുക്കി ഉണ്ടാക്കിയ പടികളിലൂടെ വേണം ഈ ഒരു മലയിലേക്ക് കയറി ചെല്ലാൻ. 1939 ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള ഒരു ചരിത്രം ഇവിടെ പറയുന്നത്. അത് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇതുവരെ. എന്തായാലും അതിനുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ വലിയ അത്ഭുതമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഈ കല്ലുകൾ ചെത്തി ഒരുക്കിയ പടികളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് അധ്വാനം ഇതിന് പുറകിലുണ്ട്. ഒരുപാട് ആളുകളാണ് ഈ കല്ലിലൂടെ മുട്ടിലഴഞ്ഞാണ് മാതാവിൻ്റെ ഈ ഒരു പ്രത്യക്ഷീകരണം നടന്ന സ്ഥലത്തേക്ക് പോകുന്നതും അവിടെ പ്രാർത്ഥിക്കുന്നതും. ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ വന്നത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങളോട് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. കല്ലിക്കുളത്ത് ആദ്യമായിട്ടൊരു ദേവാലയം നിർമ്മിക്കപ്പെട്ടത് 1700കളിലാണ്. ഇവിടെ എത്തിയ ജെസ്യൂട്ട് ഫാദേഴ്സ്, അതായത് ഈശോ സഭ വൈദികരാണ് ഇവിടെ ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചത്. മാതാവിൻ്റെ പള്ളിയാണ്, അതായത് മഞ്ഞുമാതാവിൻ്റെ ഒരു പള്ളിയാണ് ഈശോ സഭ വൈദികർ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ നിർമ്മിച്ചത്. പോകുന്ന വഴിയിലെ കുരിശിൻ്റെ വഴികളുടെ സ്ഥലങ്ങൾ കാണാം. ഇവിടെ കയറുന്ന ഓരോ ആൾക്കാരും ഒരു സഹനത്തിൻ്റെ അല്ലെങ്കിൽ ത്യാഗത്തിൻ്റെ പ്രതീകമായിട്ട് തലയിൽ ഉപ്പ് ചുമന്നുകൊണ്ടാണ് ഈ നേർച്ചയുടെ ഭാഗമായിട്ട് ഈ മല കയറുന്നത്. താഴെ നമുക്ക് മനോഹരമായ ഈ കല്ലുകുളത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ദേവാലയ ഗോപുരം കാണാനായിട്ട് സാധിക്കും. എപ്പോഴും ഉയർന്ന മലകൾ, ഉയർന്ന സ്ഥലങ്ങൾ ദൈവിക സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ വിശ്വസിച്ചു പോരുന്നത്. പഴയ നിയമത്തിലേക്ക് ഒരുപാട് ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണമൊക്കെ നടന്നിട്ടുള്ളത് ഉയർന്ന മലകളിലാണ്. ഈ കല്ലുകുളം ഈ പ്രദേശത്ത് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട സംഭവ ചരിത്രമാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. 1939 മാർച്ച് 29 വൈകുന്നേരം 6:30 6 ചെറുപ്പക്കാർക്കാണ് ഈ പള്ളിക്ക് സമീപമുള്ള ഈ കുന്നിൽ, ഈ മലയിൽ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ടതായിട്ട് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വത്തിക്കാൻ ഇത് ഒഫീഷ്യലായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതിൻ്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് വിശ്വാസികൾ ഇവിടേക്ക് കടന്നു വരുന്നു. ഒട്ടനവധി അനുഗ്രഹങ്ങളുമായിട്ടാണ് അവർ ഇവിടെ നിന്ന് പോകുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ ആളുകൾ വന്ന് തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വിശ്വാസികളാണ് ഇവിടെ വരുന്നത്. ആദ്യ ശനിയാഴ്ചയാണ് ഇവിടുത്തെ ദിവസം. ഒരുപാട് പള്ളികൾ സന്ദർശിക്കാനുള്ളൊരു ദിവസമായിട്ടാണ് ആ ദിവസം എല്ലാവരും കാണുന്നത്. തിരുവനന്തപുരം മുതൽ നാഗർകോവിൽ വഴി ഒരുപാട് പള്ളികൾ സന്ദർശിച്ചാണ് അവസാനം നമ്മൾ ഈ മഞ്ഞുമാതാവിൻ്റെ ദേവാലയത്തിലേക്ക് അവസാനം എത്തിച്ചേരുന്നത്. അങ്ങനെ അവസാനം മുകളിലെത്തി നമ്മൾ ഇവിടെ മാതാവിൻ്റെ ഒരു പിയാത്ത വെച്ചിട്ടുണ്ട്, ഒരു മണ്ഡപം പണിഞ്ഞിട്ടുണ്ട്. അവിടെ എത്തി ഈ നേർച്ചകൾ, കൊണ്ടുവരുന്ന നേർച്ചകൾ അവിടെ വെച്ചതിന് ശേഷം അവിടെ മാതാവിൻ്റെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്.
അങ്ങനെയാണ് ഈ മലകയറ്റം ഇവിടെ അവസാനിക്കുന്നത്. ഇതേ തുടർന്ന് കുറച്ച് താഴോട്ട് വേറെ പ്രദേശങ്ങളുണ്ട്. അവിടെ രാത്രി ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക, നമ്മുടെ നേർച്ചകൾ കൊടുക്കുക എന്നൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ മാതാമലയിൽ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന നേർച്ച ഇപ്പോൾ വന്ന് നിറവേറ്റുകയുണ്ടായി. വളരെ സന്തോഷം. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഒരിക്കൽ കൂടി പള്ളിയിൽ ഒന്ന് വരണം, മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതാണ്. എന്തായാലും അതിപ്പോൾ സാധിച്ചിരിക്കുകയാണ്. കുടുംബമായിട്ട് നമ്മളിവിടെ എത്തുകയുണ്ടായി. അതിനിടയിൽ നമ്മുടെ കൊണ്ടുവന്ന നേർച്ച അവിടെ വന്ന വിശ്വാസികൾക്ക് ഞാൻ വിതരണം ചെയ്തു. അങ്ങനെ 1 മണിക്കൂറോളം ഞങ്ങൾ അവിടെ ചെലവഴിച്ചതിന് ശേഷം മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. വരുന്ന വഴിക്ക് തന്നെ ഗീവർഗീസ് സഹദായിയുടെ ഒരു രൂപം അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. മല ഇറങ്ങി വരുമ്പോൾ കാണാൻ സാധിക്കുന്ന കല്ലുകുളം പള്ളിയുടെ, മഞ്ഞുമാതാവിൻ്റെ പള്ളിയുടെ മനോഹരമായ ദൃശ്യങ്ങളാണ്. വേളാങ്കണ്ണി പള്ളിയുടെ ഒരു രൂപസാദൃശ്യമൊക്കെ തോന്നുന്ന രീതിയിലാണ് ഈ പള്ളിയുടെ നിർമ്മാണവും. ഈ വർഷങ്ങളായിട്ട് ആളുകൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന സ്ഥലമായതുകൊണ്ട് വളരെ മിനുസമായിട്ടാണ് ഈ പാറകൾ, സ്റ്റെപ്പുകൾ കിടക്കുന്നത്. വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇതിൽ പിടിച്ചിറങ്ങാനൊക്കെ. നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ മലയിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ മല കയറി ഇറങ്ങി താഴെ വന്നു. ചെരുപ്പൊക്കെ നമ്മൾ ഊരിയിട്ടാണ് കയറിയത്. ചെരുപ്പൊക്കെ എടുത്തതിന് ശേഷം ഇനി പള്ളിയിലേക്ക് പോകണം. അങ്ങനെ കല്ലുകുളം മഞ്ഞുമാതാവിൻ്റെ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭയങ്കര ആത്മീയ നിറവുള്ള ഒരു ദേവാലയമാണിത്. വളരെ സൈലൻ്റാണ്. നമുക്കിവിടെ നിന്ന് ഒരുപാട് നേരം പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. ആദ്യ ശനിയാഴ്ചയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ജനങ്ങൾക്കെല്ലാം ഇവർ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഭക്ഷണമാണ്. പരിപ്പ് കറിയും അതോടൊപ്പം തന്നെ ചെറിയ അവിയലൊക്കെ വെച്ചുള്ള ഒരു ഭക്ഷണമാണ്. നല്ല ടേസ്റ്റി ഫുഡാണ്. ആ നേർച്ചയും ഞങ്ങൾ കഴിച്ചു. ഇതിനുശേഷമാണ് വീട്ടിലേക്ക് യാത്രയായത്. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.